എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാനും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ശ്രവിക്കാം. മത്തായി 5:44. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഈ വാക്യം ഈ പ്രഭാഷണത്തിന്റെ ഭാഗമാണ്. അവിടെ യേശു യഥാർത്ഥ നീതിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിനു മുമ്പ് ഒരുവന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശു പ്രകീർത്തിക്കുകയും നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുക എന്ന സാധാരണ സമ്പ്രദായത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. സ്നേഹത്തിന്റെ നിർവചനം സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും അപ്പുറം ശത്രുക്കളെ ഉൾപ്പെടുത്താൻ യേശു വിപുലീകരിക്കുന്നു. നമ്മുടെ ശത്രുക്കളെ നാം സ്നേഹിക്കുകയും നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. സ്നേഹിക്കുവാനുള്ള കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രഥമ ആശയം അത് വികാരത്തിൻ്റെ പ്രകടനമായിട്ടല്ല, പ്രത്യുത നമ്മുടെ ഇച്ഛാശക്തിയിൽ നിന്നും ഉരുവാകുന്ന പ്രക്രിയയായി നമ്മിൽ പ്രതിഫലിക്കണമെന്നത്രേ. ഇത് സ്വാഭാവിക പ്രതിപത്തിയുടെ ഭാഗമല്ല. കാരണം നമ്മെ വെറുക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവരെ സ്നേഹിക്കുക എന്നത് നമ്മിൽ സ്വാഭാവികമല്ല. ഇത് നിത്യജീവൻ ലഭിക്കുന്നവരിൽ കാണുന്ന അമാനുഷിക കൃപയുടെ ഭാഗമാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് മൂലം നമുക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. രക്ഷിക്കപ്പെടാത്ത ചുങ്കക്കാര് പോലും അങ്ങനെ ചെയ്യുന്നു എന്ന് യേശു പറയുന്നു. അപ്രകാരമുള്ള സ്നേഹത്തിൽ ദൈവശക്തി ആവശ്യമില്ല. സഹോദരന്മാരെ മാത്രം, അതായത് നമ്മുടെ ബന്ധുക്കളെയും സ്നേഹിതരെയും വന്ദനം ചെയ്യുന്നതിൽ വിശേഷതയില്ല. അവിശ്വാസികൾക്കും അങ്ങനെ ചെയ്യുവാൻ സാധിക്കും. അതിൽ ക്രിസ്തീയ പ്രത്യേകതകൾ യാതൊന്നുമില്ല. നമ്മുടെ ജീവിത നിലവാരങ്ങൾ ലോകത്തിൻ്റെതിൽ നിന്ന് ഉന്നതമല്ലെങ്കിൽ നമുക്ക് ലോകത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല. സ്നേഹമുള്ള ശത്രുക്കൾ ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തെയും കൃപയെയും പ്രതിഫലിപ്പിക്കുന്നു. ദൈവിക സ്നേഹം മാനുഷിക പരിമിതികളെ മറികടക്കുന്നു. ഈ പെരുമാറ്റം ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അവനെ കാണാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ശത്രുതയോ അഭിപ്രായ വ്യത്യാസമോ നേരിടുമ്പോൾ മറ്റൊരാളുടെ വീക്ഷണകോണിൽ നിന്ന് സാഹചര്യം കാണാൻ നാം ശ്രമിക്കണം. അവരുടെ പോരാട്ടങ്ങൾ മനസ്സിലാക്കുന്നത് അനുകമ്പ വളർത്താൻ സഹായിക്കും. നമ്മെ എതിർക്കുന്നവരോട് ദയ കാണിക്കുന്നതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ തേടിക്കൊണ്ട് സജീവമായ സ്നേഹം നാം പരിശീലിക്കണം. നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന പ്രതിജ്ഞ ചെയ്ത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് അവരോടുള്ള നമ്മുടെ ഹൃദയത്തെ മാറ്റുകയും നമ്മുടെ സമാധാനം നൽകുകയും കൈപ്പേറിയ വികാരങ്ങളെ അനുകമ്പയായി മാറ്റുകയും ചെയ്യും. സ്നേഹപിതാവേ, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന വെല്ലുവിളി സ്വീകരിക്കാനും ക്ഷമയുടെ മനോഭാവം വളർത്തിയെടുക്കുവാനും നമ്മുടെ ബന്ധങ്ങളിൽ രോഗശാന്തി പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.